ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു പെച്ച് ബോർഡ് സെറ്റപ്പ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഈ ഒരു പെച്ച് ബോർഡ് എന്ന് പറയുന്നത് എൻ്റെ എന്താ പറയുക, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു ഐറ്റമാണ്. അപ്പം ഇതെനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോസ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു അൺബോക്സിങ് പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കാണാത്തവർ പോയിട്ട് കാണാം. അപ്പം അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. പക്ഷേ എനിക്ക് വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാനും എന്താ പറയുക, അത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം ഞാനിത് ഓൾറെഡി മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പെച്ച് ബോർഡിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരായിട്ടാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പിൻട്രസ്റ്റൊക്കെ നോക്കുന്ന ടൈമിൽ ഇങ്ങനെ ഫോറിനേഴ്സിൻ്റെ ഒക്കെ ഡെസ്കിൽ ഉണ്ടാവുന്ന മെയിൻ ഐറ്റമാണ് കേട്ടോ ഈ ഒരു പെച്ച് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് എനിക്കറിയില്ല. പിഗ് ബോർഡ് എന്നാണോ പെച്ച് ബോർഡ് എന്നാണോ എന്താ പറയാമെന്ന് അറിയില്ല. ഞാൻ പെച്ച് ബോർഡ് എന്നാണ് കേട്ടോ പറയാറുള്ളത്. പിന്നെ പെച്ച് ബോർഡ് തന്നെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് ആമസോണിൽ നിന്നാണ് ആൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു എന്താ പറയുക, ഈ ഒരു പെച്ച് ബോർഡിൻ്റെ ഒന്നിച്ച് തന്നെ എനിക്ക് 3-4 ക്ലിപ്സ്, പിന്നെ കുറച്ച് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹൂക്സ് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വാളിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് പണിയാണ്. അപ്പം ഇതൊക്കെ ഒരു ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഒരു ഡബിൾ സൈഡ് ടാപ്പ്. അത് അത്യാവശ്യം നല്ലൊരു ഉറപ്പുള്ള നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഡബിൾ സൈഡ് ടാപ്പായിരുന്നു. അപ്പം അത് വെച്ചിട്ടാണ് കേട്ടോ ഇത് നമുക്ക് വാളിൽ സ്റ്റിക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് സ്ക്രൂ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പം ഞാനിത് അതുപോലെ സ്ക്രൂ ചെയ്യാതെ ഡബിൾ സ്റ്റിക്ക് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു പെച്ച് ബോർഡിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അപ്പം ഞാൻ അധികവും ചിത്രങ്ങളൊക്കെ കാണുമ്പം ഞാൻ വിചാരിക്കും ഇത് മെറ്റാലിക് ആ ഒരു ടൈപ്പ് ആയിരിക്കുന്നു. പക്ഷേ ഇതൊരു നല്ലൊരു ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. പിന്നെ ഈ ഒരു പെച്ച് ബോർഡ് സെറ്റ് ചെയ്യുമ്പം ഞാൻ മെയിനായിട്ട് വിചാരിച്ചത് അത്യാവശ്യം നല്ല ക്യൂട്ട്നെസ് കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു രീതിയിലാണ് ഞാൻ മൊത്തത്തിലെല്ലാം സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പെച്ച് ബോർഡിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്താ പറയുക, മെയിനായിട്ട് കുറച്ച് വാഷി സാമ്പിൾസ്, പിന്നെ പേപ്പർ കട്ടർ, പിന്നെ അത്യാവശ്യം യൂസ് ചെയ്യുന്ന പെന്ന്, മാർക്കർ, ഹൈലൈറ്റേഴ്സ്, ബ്രഷ് പെന്ന്. അപ്പം അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മാത്രം, നമുക്ക് ഇങ്ങനെ ഒരുപാട് വെക്കാനൊന്നും പറ്റില്ല ഇതിൽ. അപ്പം എനിക്ക് പെട്ടെന്ന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെയാണ് കേട്ടോ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ പോം പ്യൂരിൻസിൻ്റെ കുറച്ച് സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് ഇതുപോലെ നമ്മൾ ഈ ഒരു ക്ലിപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മിറർ, പിന്നെ ഗമ്മ്, ഫെവിക്കോള്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ, ഫെവി സ്റ്റിക്ക്, അതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം എനിക്ക് വേണമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് കേട്ടോ ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പം ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് നമുക്ക് എന്താണോ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇതുപോലുള്ള സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ നമുക്ക് പൊസിഷൻസ് അങ്ങനെ മാറ്റുകയാണെങ്കിൽ അങ്ങനെ ചേഞ്ച് ആക്കാനും പറ്റും കേട്ടോ. പിന്നെ ഇത് ഷാർപ്നറാണ് കേട്ടോ ഈ ഒരു ക്യൂട്ടായിട്ട് വരുന്നത്. പിന്നെ ഇതൊരു സ്റ്റിക്കർ പിന്നെ അതിൻ്റെ താഴായിട്ട് ഞാൻ കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 പേപ്പർ കട്ടറും പിന്നെ കുറച്ച് വാഷ് സാമ്പിൾസൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല രസമാണ് ആ ഒരു ഷെൽഫ് കാണാൻ വേണ്ടിയിട്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് നമ്മുടെ വാഷ് സാമ്പിൾസൊക്കെ നല്ല ഹൈലൈറ്റ് ആയിട്ട് തന്നെ കാണിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പേപ്പർ കട്ടേഴ്സ്. അപ്പം അത്യാവശ്യം അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം എനിക്ക് പെട്ടെന്ന് ആവശ്യമുള്ള കാര്യമാണല്ലോ, അപ്പം അതുകൊണ്ടാണ് ആ ഒരു ബോക്സിലിട്ട് വെച്ചത്. പിന്നെ എൻ്റെ കയ്യിലുള്ള വാഷി സാമ്പിൾസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ട് കുറച്ച് എൻക്വയറീസൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പം ഇൻസ്റ്റയിൽ നിന്നാണ് അധികം പേരും ചോദിക്കാറുള്ളത്. അപ്പം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ആക്കാം. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ലോഗോ, ഷാസിയ .in എഴുതിയ ആ ഒരു ലോഗോ. അപ്പം ഞാൻ ലോഗോ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കാണാത്തവർ പോയിട്ട് കാണാം കേട്ടോ. പിന്നെ ഇനിയിപ്പം പറയാനുള്ളത് ഈ ഒരു താഴത്തെ ആ ഒരു റാക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു റാക്കിൽ ഞാൻ സെറ്റ് ചെയ്തത് ഈ ക്യൂട്ടായിട്ട് വരുന്ന 2 ലാമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാക്സിൽ സ്റ്റാമ്പ് ഉണ്ടല്ലോ, അതിൻ്റെ കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പേസ്റ്റൽ കളറാണ്. അപ്പം അതൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ 2 ഈസൽ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ 2 ക്യൂട്ടായിട്ട് വരുന്ന 2 സ്റ്റിക്കറും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്കറല്ല, ചെറിയൊരു കാർട്ടൂൺ തീമിൽ വരുന്ന ഒരു പ്രിൻറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക,
അപ്പം ഈ 2 ഇമേജസും എനിക്ക് പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പം അങ്ങനെ അത് പ്രിൻ്റ് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് മൊത്തത്തിൽ വരുന്ന ലുക്ക്. അപ്പം എൻ്റെ ഈ ഒരു പെജ് ബോർഡിൽ സെറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞാൻ താഴത്തായിട്ട് മറ്റുള്ള റാക്കും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പെജ് ബോർഡിൽ ഞാൻ ഈ ഒരു ഐറ്റംസൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അത്യാവശ്യം എനിക്ക് വേണമെന്ന് തോന്നുന്ന അതുപോലെ തന്നെ ക്യൂട്ട്നെസ് നിലനിർത്തുന്ന ടൈപ്പിലുള്ള കുറച്ച് ഐറ്റംസാണ് ഇതിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ സെറ്റപ്പൊക്കെ ഓരോ മൂഡ് പോലെ ഇരിക്കും. എനിക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം എന്ന് തോന്നിയാൽ ഞാൻ ചേഞ്ച് ചെയ്യും. അങ്ങനെ അപ്പം ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ സെൻറ്ററിൽ വരുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് എനിക്ക് പെൻപാൽ വഴി കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ. ആ ഒരു സ്റ്റിക്കർ, യൂണിക്കോണിൻ്റെ സ്റ്റിക്കർ, അതങ്ങനെ ആ സെൻറ്ററിലായിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.